ഹലോ ഗേയ്സ്, ഞാനിന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. ഞാൻ 2.5 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് അത് തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് തോർന്നിട്ടുണ്ട്. കൈമ റൈസാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്ച്ചോറ് ചേർക്കാനായിട്ട് ഞാൻ 2 ചെറിയ സവാള, ഒരു ക്യാരറ്റ്, കുറച്ച് പയർ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും പയറൊക്കെ ഓപ്ഷണലാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുക്കറിലാണ് ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് വെക്കാം. ആദ്യം ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, വയനയില, ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർക്കാം. ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇത് വഴറ്റുന്ന ടൈമിൽ ഞാൻ 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം മറ്റൊരു അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വഴറ്റുന്ന ടൈമിൽ ഞാൻ 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം മറ്റൊരു അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല, കുറച്ച് വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഈ അരിയെ 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് നന്നായിട്ട് അരി പിടിക്കാതെ കരിയാതെ ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം നമുക്ക് ചേർത്ത് ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടാൽ മതിയാകും. ഒരു വിസിൽ കേട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇനി ആവി പോയതിന് ശേഷം ഇത് തുറന്ന് നോക്കാം. ആവി ഫുള്ളും പോയി, ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യിൽ വറുത്ത് കോരി വെച്ച മുന്തിരിയും കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറ് റെഡി. നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടമാക്കിയത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 10 മിനിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നെയ്ച്ചോറാണ്. നമുക്ക് അറിയുന്നില്ലെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ, ബൈ.